إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم واعبد ربك حتى يأتيك اليقين. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 29 ദിവസത്തെ റമളാനിലെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, സക്കാത്തിലൂടെ, സദഖയിലൂടെ നമ്മൾ പരിശുദ്ധമാക്കിയിരിക്കുകയാണ്. ആ പരിശുദ്ധമാക്കിയതിനു ശേഷം വിശ്വാസികളുടെ മനസ്സിന് കുളിർമഴയായിക്കൊണ്ടാണ് ഈദ് സമാഗതമാകുന്നത്. ഈദ് എന്ന പദത്തിനർത്ഥം മടക്കം എന്നാണ്, അഥവാ അല്ലാഹുവിലേക്കുള്ള തിരിച്ചുവരവ്. സ്വയം ആത്മവിമർശനത്തിലൂടെ, കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളിലൂടെ, ഇടമുറിയാത്ത സൽക്കർമ്മങ്ങളിലൂടെ നാം അല്ലാഹുവിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ വരവ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചത്, അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്, എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബാണ് എന്നത്. ആ പ്രഖ്യാപനത്തിനു ശേഷം ഇതുവരെ നമ്മൾ നേടിയെടുത്ത കാര്യത്തെ, അനുഷ്ഠാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. സലഫുകളിൽ ചിലരോട് ചോദിക്കപ്പെട്ടു, അൻ ഉനാസിൻ യതഅബ്ബദൂന ഫീ റമളാൻ, റമളാനിൽ ഇബാദത്തിൽ മുഴുകിയ ആളുകൾ, അവരിൽ ചിലർ ഫഇദൻ സലഖ റമളാന തറകൂ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചവർ പോകും. അവരെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ബിഇസൽ ഖൗം, എത്ര മോശപ്പെട്ട ആളുകളാണ് അവർ. കാരണം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ, റമളാനിലല്ലാതെ അല്ലാഹനെ അവർക്കറിയില്ല. അവർ മനസ്സിലാക്കേണ്ടത് അസ്സൗമു ലൻ യൻതഹി, നോമ്പെന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. വൽ ഖുർആനു ലൻ യർഹിൽ, ഖുർആൻ എവിടേക്കെങ്കിലും യാത്ര പോകുന്നില്ല. വൽ മസാജിദു ലൻ തുഗ്ലഖ്, പള്ളിയുടെ കവാടങ്ങൾ ഒരിക്കലും തന്നെ അടക്കപ്പെടുന്നില്ല. വൽ ഇസ്തിജാബതു ലൻ തതവഖഫ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്തിജാബത്ത് അല്ലാഹ് തരാതിരിക്കുന്നില്ല. വൽ അജ്റു ലൻ യൻഖതി, പ്രതിഫലം ഒരിക്കലും തന്നെ മുറിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യേണ്ടത് റമളാൻ കഴിയുന്നത് വരെയല്ല. ഹത്താ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ നിനക്ക് വരുന്നത് വരെ. യഖീൻ എന്ന് പറഞ്ഞാൽ മരണം,
മരണം എത്തുന്നത് വരെയാണ്. അതുകൊണ്ട് കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ, നീ റമളാനിയായി മാറരുത്, റബ്ബാനിയാവുക, റബ്ബിന്റെ ആളായി മാറുക, റമളാൻ സ്പെഷ്യലായി മാറരുത് എന്ന് പൂർവികർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നതിനെ മഹാനായ താബഈ പണ്ഡിതൻ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. മുഅ്മിനുകൾക്ക് അവരുടെ അമലിന് അല്ലാഹ് അവധി വെച്ചിട്ടില്ല മരണമല്ലാതെ. മുഅ്മിൻ വിശ്രമിക്കേണ്ടത് മരണത്തോടു കൂടിയാണ് എന്നത്. അതുകൊണ്ട് റമളാനിൽ നാം ഇബാദത്തുകളിൽ നാം കാണിച്ച ആവേശവും താല്പര്യവും നമ്മൾ തുടർന്നും നിലനിർത്തുക. ഇസ്തിഖാമത്ത് എന്നത് സത്യവിശ്വാസികളുടെ ഗുണമാണ്. അഥവാ നന്മകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കാൻ കഴിയുക, ആ നിലക്ക് മരിക്കാൻ സാധിക്കുക. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും അവരുടെ മരണ സന്ദർഭത്തിൽ. അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, പേടിക്കണ്ട, വിഷമിക്കണ്ട, പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അല്ലദീ കുൻതും തുഅദു, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം അത് നിങ്ങൾക്കുണ്ട് എന്ന് ഇസ്തിഖാമത്തിൽ നിലകൊണ്ട ആളുകളോട് മലക്കുകൾ പറയുമെന്നാണ്. അതുകൊണ്ട് ആ ഇസ്തിഖാമത്ത് നമ്മൾ നിലകൊള്ളുക. അതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ, അത് പതിവാക്കുന്ന അത്തരം കാര്യങ്ങൾക്കാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിലും ശരി നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയം പണിത്. നമുക്കറിയാം അല്ലാഹ് കൽപ്പിച്ചത് പ്രകാരം. പക്ഷെ ആ കഅബാലയം പണിതതിനു ശേഷം വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ നമ്മളോട് പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ കൽപ്പന പ്രകാരം കഅബ പണിതിട്ടും ശേഷം കബൂലാക്കണേ ദുആ ചെയ്യാം. എത്ര ചെറിയ കർമ്മങ്ങളാണെങ്കിലും ശരി, റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കേണ്ടതുണ്ട്. അത് കബൂലാക്കാൻ നമ്മളിൽ നിന്ന് ദുആ വരണം. കാരണം ആ ദുആ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളാകണം. നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തത് അതാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. 29 ദിവസം നോമ്പ് അനുഷ്ഠിച്ചപ്പോ ആ തഖ്വ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അതാണ്. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? 5374 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്ന മഹാനായ സഹാബി അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്നി ലഉജസ്സിഉൽ ലൈല 3 അജ്സാ, ഞാൻ എന്റെ രാത്രിയെ 3 ഭാഗമാക്കും. എന്റെ രാത്രിയെ ഞാൻ 3 ഭാഗമാക്കും. ഫസുലുസുൻ അനാം, 1/3 ഞാൻ ഉറങ്ങും. വസുലുസുൻ അഖൂം, 1/3 ഞാൻ നമസ്കരിക്കും. വസുലുസുൻ അതദക്കറു അഹാദീസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 1/3 അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും. എല്ലാ തിങ്കളും വ്യാഴവും അദ്ദേഹത്തിന് നോമ്പായിരിക്കും. ധാരാളം തസ്ബീഹുകളും ദിക്റുകളും അദ്ദേഹം നിർവഹിക്കും. ഇബാദത്തുകളിൽ അദ്ദേഹം ഏർപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ ഒരു സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, മാ യുബ്കീക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നിങ്ങൾ എന്തിനാ കരയുന്നത്? മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ, നിങ്ങൾ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവിന് വേണ്ടിയിട്ടല്ല ഞാൻ കരയുന്നത്. അസ്സഫറു തുവീൽ വസ്സാദു ഖലീൽ വൽ മൗതു ഖരീബ്. സഫർ തുവീലാണ്, യാത്ര വളരെ ദൈർഘ്യമേറിയതാണ്. പക്ഷെ വസ്സാദു ഖലീൽ, പാതയം വളരെ തുച്ഛമാണ്. വൽ മൗതു ഖരീബ്, മരണം വളരെ സമീപസ്ഥവുമാണ്. അഥവാ
അസ്സഫറു ത്വീൽ, യാത്ര ദൈർഘ്യമേറിയതാണ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഞാൻ മരണപ്പെട്ട് ഖബറിൽ പോയി ശേഷം മഹ്ശറിലെത്തി സിറാത്തിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താൻ. അതെ, അസ്സഫറു ത്വീൽ, യാത്ര വളരെ ദൈർഘ്യമാണ്, സ്വർഗത്തിലേക്കുള്ള യാത്ര വളരെ ദൈർഘ്യമാണ്. പക്ഷേ അസ്സാദു ഖലീൽ, ഈ ഇടങ്ങളൊക്കെ താണ്ടി അവിടേക്ക് എത്താനുള്ള പാഥേയം ആരാ പറയുന്നത്? ഏതൊരു ഹദീസ് എടുത്താലും മിക്ക ഹദീസുകളും റിപ്പോർട്ട് ചെയ്തത് അൻ അബീ ഹുറൈറ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വായിക്കുക. ആ സഹാബിയാണ് പറയുന്നത് അസ്സാദു ഖലീൽ, പാഥേയം വളരെ കുറവാണ്, പക്ഷേ ഇനി പാഥേയം ഒരുക്കാൻ സമയമില്ല. വൽ മൗതു ഖരീബ്, മരണം അടുത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കുക, എന്താണ് സഹോദരിമാരെ നമ്മുടെ കയ്യിലുള്ളത് എന്നത്. അതുകൊണ്ട് ഉള്ളതെന്താണോ അത് ബാത്തിലാക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. തിന്മയെ തടയാനുള്ള പരിച, അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്. യുദ്ധരണാങ്കണത്തിൽ ശത്രുവിന്റെ അക്രമത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗമാണ് പരിച. ആ പരിച ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശത്രു കടന്നാക്രമിക്കും. അതെ, നോമ്പിലൂടെ ആ പരിച നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. തിന്മക്കെതിരെ എങ്ങനെ പ്രതിരോധിച്ചു നിൽക്കാമെന്നുള്ള പരിശീലനമാണ് ഈ കഴിഞ്ഞ 29 ദിവസങ്ങളിലൂടെ നമ്മൾ നേടിയത്. പരിച ഉപേക്ഷിച്ചാൽ ശത്രു കടന്നാക്രമിക്കുമെന്ന ബോധം അത് നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി അടുത്ത 11 മാസത്തെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബീളൻ, വെളുത്ത തിഹാമല പോലെ ധാരാളം സൽക്കർമ്മങ്ങളുമായി എന്റെ ഉമ്മത്തിൽ നിന്ന് ആളുകൾ വരും. അവരുടെ അടുത്ത് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദിക്റുകളുണ്ട്, സദഖകളുണ്ട്, സകാത്തുണ്ട്, ഒരുപാട് അമലുകൾ അവർ ചെയ്തിട്ടുണ്ട്. ആ അമലുകളെയെല്ലാം അള്ളാഹു ധൂളികളാക്കി മാറ്റും. അതുകൊണ്ട് സഹാബത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തരണം, വ്യക്തമാക്കി തരണം. എന്തിന്? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ. അമലുകളൊക്കെ ചെയ്ത് എല്ലാം ധൂളികളാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഹതഭാഗ്യരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയപ്പോൾ സഹാബത്ത് പറയാണ്, ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളിൽപ്പെട്ടവരാണവർ. പക്ഷേ അവരുടെ പ്രത്യേകത വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ, ഇതൊക്കെ അവർ ചെയ്തെങ്കിലും ഹറാം ചെയ്യാൻ, ഹറാമിനുള്ള അവസരം കിട്ടുമ്പോ അതിലേക്ക് ചാടി വീഴുന്നവരായിരുന്നു അവർ. അങ്ങനെ അവരുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രമുഖനായ അബ്ബാസി കവി അബുൽ അത്താഹിയ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നീ ഒറ്റക്കായി കഴിഞ്ഞാൽ, ആരുമില്ലാതിരുന്നാൽ, ഫലാ തഖുൽ, നീ പറയരുത് ഖലൗതു, ഞാൻ ഒറ്റക്കാണ്, വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ പറയേണ്ടത് എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിരീക്ഷകൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ യഖ്ഫാ അലൈക യഗീബ്, ഒരിക്കലും അല്ലാഹ് ഒരു നിമിഷം പോലും നിന്നെ തൊട്ട് അശ്രദ്ധനല്ല എന്ന്, നീ അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും തന്നെ വിചാരിച്ചു പോകരുത്. മറിച്ച് ഏത് ഗോപ്യമായതും അദൃശ്യമായതും അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശഭൂമികളിലുള്ള ഒന്നും തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ ഗോപ്യമായിട്ടില്ല. അവയെല്ലാം അറിയുന്ന റബ്ബ് എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഏത് തിന്മക്ക് അവസരം കിട്ടിയാലും ആ ഒരു ബോധമാണ് പിടിച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. പരിശുദ്ധ റമളാനിൽ തിന്മകൾ ഒഴിവാക്കാൻ, നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് സാധിച്ചതിന്റെ കാരണം ഈ തിന്മകളിലേക്ക് വലിച്ചിഴക്കുന്ന പിശാചിനെ പിശാചിനെ കെട്ടിയിട്ടിരുന്നുവെന്നതാണ്. കെട്ടിയിടപ്പെട്ട പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ വന്നിരുന്നില്ല. എന്നാൽ ശവ്വാൽ പിറന്നതോടുകൂടി ആ പിശാച് വീണ്ടും പഴയ രൂപത്തിലായിരിക്കുകയാണ്. റമളാനിലെ നമ്മുടെ ജീവിതവും
അതിനുശേഷമുള്ള ജീവിതവും എടുത്ത് പരിശോധിച്ചാൽ പിശാചിനും പിശാചിന്റെ ദുർബോധനങ്ങൾക്കും എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കെട്ടഴിച്ചു വിടപ്പെട്ട പിശാച് ഇന്നു മുതൽ അവൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് കൂടുതൽ അവനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ പിശാചിന് നമ്മെ വഴിതെറ്റിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ആ വഴികേടിൽ ഉൾപ്പെടാതിരിക്കാനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം നമ്മൾ അവലംബിച്ചാൽ ഒരിക്കലും പിശാചിന് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അവനും അവന്റെ കക്ഷികളും ശ്രമിക്കുന്നത് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താനാണ്. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ കക്ഷികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കാണുന്നില്ല എങ്കിലും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ പിശാചിനെ ശത്രുവായിട്ട് കാണാൻ, ശത്രുവായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന ശൈത്വാന ലക്കും അദുവ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, ശത്രുവായിട്ട് അവനെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവനും അവന്റെ കക്ഷികളും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവൻ ഇടപെടാൻ വരും. നിസ്കരിക്കാൻ നിന്നാൽ പോലും, നമ്മുടെ നിസ്കാരം പോലും പിഴപ്പിക്കാൻ വേണ്ടി അവൻ കടന്നു വരും. ആ നിലയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി ഏറ്റെടുത്ത പിശാചുക്കളുണ്ട്. നമസ്കാരവും വിശുദ്ധ ഖുർആനിന്റെ പാരായണവും കുഴപ്പത്തിലാക്കുന്നു എന്ന് പരാതി പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താൻ യുഖാലു ലഹു ഖിൻസബ്, അതൊരു ശൈത്താനാണ്. ഖിൻസബ് എന്ന് പേരുള്ള ശൈത്താനാണ്. ഫഇദാ അഹ്സസ്തഹു ഫതഅബ്ബദ് ബില്ലാഹ്, അത് നിനക്ക് ആ നിലക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവോട് കാവലിനെ ചോദിക്കണം. മൂന്ന് തവണ നീ ഇടതുഭാഗത്തേക്ക് പാറ്റി തുപ്പണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2203 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗത്തും അവൻ ഇടപെടും. സ്വതക്ക മുടക്കും. എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നല്ല ഒരു ദാനം ചെയ്യാൻ, സ്വതക്ക ചെയ്യാനുള്ള ഒരു സുവർണാവസരം മുന്നിൽ കാണുമ്പോ കൊടുക്കാനും കയ്യിലുണ്ട്, പക്ഷേ ശൈത്താൻ വരും. ശൈത്താൻ പറയും, അശ്ശൈത്താൻ യഇദുകുമുൽ ഫഖർ, ഫഖർ വാഗ്ദാനം ചെയ്യും. എന്തിനത്ര കൊടുക്കണം? നിന്റെ അടുത്ത് നിനക്ക് എന്തൊക്കെ വേറെ ചുറ്റുപാടുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഈ കാര്യം നടക്കൂ. ഇങ്ങനെ ഫഖറിനെ കുറിച്ച് അവൻ വാഗ്ദാനം നൽകുമ്പോ യഇദുകുമുല്ലാഹു മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് മഗ്ഫിറത്താണ്. അല്ലാഹ് നിങ്ങൾക്ക് അവന്റെ ഫളൽ നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. ശൈത്താൻ ഫഖറിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഇല്ലായ്മയെ കുറിച്ച് അവൻ നിങ്ങളെ തോന്നിപ്പിച്ച് ഇതിൽ നിന്ന് മുടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. തിന്മ ചെയ്യിക്കും. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, നീചവൃത്തി, തിന്മ അവൻ നിങ്ങളോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കും. ഓരോ ദിവസവും സമുദ്ര മധ്യത്തിൽ വെച്ച് ചേരുന്ന പിശാചുക്കളുടെ സംഗമത്തിൽ മനുഷ്യരെ വഴിതെറ്റിച്ച പിശാചുക്കളെ അവരുടെ സംഘം ആദരിക്കും. അതിൽ ഏറ്റവും അധികം ആദരവ് നൽകുന്നത് ദമ്പതികളെ പരസ്പരം തെറ്റിച്ച പിശാചിനാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞത്, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരാളുടെയും അയാളുടെ ഇണയുടെ ഇടയിൽ പിണക്കമുണ്ടാക്കിയ ആളുകൾ, അത് പിണക്കമുണ്ടാക്കുന്ന അത്തരം പിശാചുക്കളെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പിശാചുക്കളുടെ പുറകെ പോകരുതെന്ന് അല്ലാഹ് നമ്മളോട് പറയാം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ ഖുതുവാത്തിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യരുത്. ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് നമ്മളോട് പറയുന്നു. റമളാനിലൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു. ആ സൽക്കർമ്മങ്ങളിലൂടെ നമ്മളിൽ തഗ്യീർ ഉണ്ടാകണമെന്നാണ്. ലാ അത്തക്റാർ, പൂർവികർ പറഞ്ഞു റമളാൻ എന്നത് ശഹ്റു തഗ്യീർ. ലാ അത്തക്റാർ, തക്റാറിന്റെ മാസമല്ല, തഗ്യീറിന്റെ മാസമാണ്, മാറ്റമുണ്ടാകേണ്ട മാസമാണ്.
നമ്മളിൽ റമദാനിന് മുമ്പുള്ള ജീവിതമല്ല റമദാനിന് ശേഷം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതിങ്ങനെ എല്ലാ കൊല്ലം വരുന്ന റമദാൻ നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നു എന്നുള്ള തെക്റാറല്ല, ആവർത്തനമല്ല, മറിച്ച് തഗ്യീറാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്നതാണ്. ആ പിശാച് നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഇന്നും നാളെയും തുടർന്നും എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ നടക്കണം. റമളാനോട് കഴിഞ്ഞതോടുകൂടി ഖുർആൻ പൂട്ടിവെക്കേണ്ടതല്ല. ലാ തജഅലൂ ബുയൂതക്കും മഖാബിർ, മഖ്ബറകളാക്കരുത്. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറകളാക്കരുത്. കാരണം പിശാചിന്റെ സങ്കേതമായി വീട് മാറും. മഖ്ബറകളിൽ പരിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കാത്ത ഇടമാണ്. അതുപോലെ നിങ്ങളുടെ വീടായി മാറരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പിശാചിൽ നിന്ന് രക്ഷ തേടണം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തവണ ഓരോ ദിവസവും നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ പിശാചിനെ നമ്മളെ സമീപിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വബിസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടിയിട്ടാണ് പള്ളിയിലേക്ക് കയറുന്നതും. അല്ലാഹുമ്മ അഅ്സിംനി മിനശ് ശൈത്താൻ, അല്ലാഹുവേ ശൈത്താനിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിന്റെ കെണിവലകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുകയും പിശാചിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലത്ത് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈദ് ആഘോഷിക്കുമ്പോൾ നമ്മളെപ്പോലെ ഈദ് ആഘോഷിക്കാൻ സാധിക്കാത്ത പല സഹോദരങ്ങളും നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുമുണ്ട്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിൽ നിർഭയരായി ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത ധാരാളം സഹോദരങ്ങളുണ്ട്. വർഗീയത തീതുപ്പിക്കൊണ്ടിരിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഫലസ്തീനിൽ, ഗസയിൽ തുടങ്ങി നമ്മുടെ സഹോദരങ്ങൾ കണ്ണീരിലും പട്ടിണിയിലുമാണ്. അവരുടെ വേദനകൾ നമ്മുടെ വേദനകളാകണം. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. ഒറ്റ ശരീരം പോലെ അവരുടെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ വിഷയത്തിൽ ഒറ്റ ശരീരം പോലെയാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഇറാനിൽ നടക്കുന്ന യുദ്ധം, ഈ യുദ്ധത്തിന്റെ പിന്നിൽ ആര് എന്നത് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രായേലും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും അവരുടെ ഗൂഢമായ തന്ത്രങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നിലവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെയൊക്കെ സ്രോതസ്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ മീഡിയകളൊക്കെ അവരുടെ അധീനതയിലാണ്. നമ്മൾ എന്തു മനസ്സിലാക്കണം, എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അത് അവരാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇന്ന രൂപത്തിൽ വാർത്തകൾ പടച്ചുവിട്ട് നമ്മൾ ലോകത്തുള്ള ആളുകളെ കൊണ്ട് നിലപാട് സ്വീകരിപ്പിക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. ഇത് മനസ്സിലാക്കാതെയുള്ള അജ്ഞമായ വായനകൾ പലപ്പോഴും അപകടം ചെയ്യും. നിലപാടുകൾ രൂപീകരിക്കേണ്ടത് അറിവിൽ നിന്നാണ്. ഇറാനിൽ യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരു നാടിന്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അക്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്,
അങ്ങനെ പലരും കൊല്ലപ്പെടുന്നുണ്ട്. ആ നാടിന്റെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മർദ്ദിതരാണ്, ഒരു സംശയവുമില്ല. മർദ്ദിതന്റെ കൂടെയാണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത്. ആരാണെങ്കിലും ശരി, മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മർദ്ദിതന്റെ കൂടെ അവന്റെ ജാതി നോക്കാതെ, അവന്റെ മതം നോക്കാതെ കൂടെ നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ മറ്റൊരു തലമുണ്ട്. ഇറാൻ ഭരണകൂടം ഷിയാ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകുന്നവരാണ്. ഷിയാക്കൾക്ക് മുസ്ലിം വിശ്വാസവുമായി ബന്ധമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമിന്റെ നിലപാട് ഇസ്ലാമികേതര ആശയത്തോട് മുസ്ലിം കാണിക്കുന്ന നിലപാടാണ്. അഥവാ ആരെയും നമ്മൾ മഹത്വവൽക്കരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവർ ഷഹീദാണെന്ന രീതിയിലുള്ള പ്രചരണം അതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. കാരണം ശരിയായ ഇസ്ലാം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഷിയാക്കൾ. അത് കൃത്യമായി പഠിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബികൾ കാഫിറുകളാണ്, മുർത്തദ്ദാണെന്ന് വിശ്വസിക്കുന്നവർ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിയാണ് എന്ന് വാദിക്കുന്നവർ, ആ നിലക്ക് കള്ളപ്രചരണം മദീനയിൽ മുനാഫിക്കുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായ താക്കീത് പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇന്നല്ലദീന ജാഊ ബിൽ ഇസ്കി ഉസ്ബത്തുൻ മിൻകും എന്നും യഅഇദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ എന്നും ഒരു നിലക്കും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇന്നും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന വിഭാഗമാണ് ഇവർ. മാത്രവുമല്ല, നമ്മുടെ കയ്യിലുള്ള 6236 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല എന്നും അതിലേക്ക് 17,000-ലധികം ആയത്തുകൾ ഇനിയും കൂട്ടേണ്ടതുണ്ട് എന്നും വാദിക്കുന്നവരാണ് അവർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല വഹി നൽകേണ്ടത്. അത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അത് മാറിക്കൊടുത്തതാണ്. ഇങ്ങനെ തുടങ്ങി യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വാദങ്ങൾ വെച്ചുപുലർത്തുന്നവരാണ് അവർ. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ കാവൽക്കാരാണ് ഇറാൻ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം മർദ്ദിതർ എന്നുള്ള നിലക്ക് കൂടെ നിൽക്കാം. പറഞ്ഞു വന്നത് വിശ്വാസപരമായി അതിന്റെ സ്ഥാനത്ത് ആ നിലക്ക് കാണാനും അതല്ലാത്തവയെ ആ നിലക്ക് കാണാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലക്കുള്ള വാർത്തകൾ കേട്ട് അത് പ്രചരിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം രാവും പകലും വ്യത്യാസമില്ലാതെ ഇത് നോക്കൂ. നിങ്ങൾ GCC കൺഗ്രസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചില നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് തലക്കുമീതെ മിസൈലുകൾ വന്നു പതിക്കുക എന്ന് പലരും പേടിച്ചു കഴിയുന്ന അവസ്ഥ നിലവിലുണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് എത്ര പ്രസക്തമാണ്. മൻ അസ്ബഹ മിൻകും ആമിന ബിസിർബിഹി, തന്റെ കുടുംബത്തോടൊപ്പം നിർഭയത്വത്തോടുകൂടി ഒരാൾക്ക് നേരം വെളുക്കുമ്പോ എഴുന്നേറ്റ് വരാൻ സാധിച്ചാൽ, മുആഫൻ ഫി ജസദിഹി, ആരോഗ്യത്തോടുകൂടി അവന്റെ ശരീരത്തിൽ ആരോഗ്യത്തോടുകൂടി അവൻ എഴുന്നേറ്റ് വരാൻ സാധിച്ചാൽ, ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഫകഅന്നമ ഹീസതു ലഹു ദുനിയ, ദുനിയാവ് അവന് കിട്ടി. 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന് നിർഭയത്വം. അള്ളാന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പറയുന്നത് നമ്മളൊക്കെ എത്രമാത്രം സുഖത്തിലാണ്. അൽഹംദുലില്ലാഹ്. നിർഭയത്വം നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട്. ആരോഗ്യം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഭക്ഷണം, അന്നം യഥേഷ്ടം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രമാത്രം റബ്ബിനോട് ശുക്ർ കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മൾ ആലോചിക്കുക. മറ്റു രാജ്യങ്ങളിലേക്ക്, യുദ്ധഭൂമിയിലേക്കൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി ഇതിന്റെ ഒരു പ്രസക്തി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞതിൽ ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു നൽകുമെന്നത്. അതുകൊണ്ട് റബ്ബിനോട് ശുക്ർ കാണിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്നും, തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണേ, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന പ്രാർത്ഥന
ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മുസ്ലിമായി യഥാർത്ഥ ആദർശം ഉൾക്കൊണ്ട് മരണം വരെ ജീവിക്കാൻ, ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ കൂടുതൽ നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുക. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് നിശ്ചയിച്ച മരണ തീയതിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലയ്ക്ക് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കഴിഞ്ഞ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ, നമ്മുടെ നോമ്പ് നമസ്കാരവും രാത്രി നമസ്കാരവും വിശുദ്ധ ഖുർആനിന്റെ പാരായണം, സ്വദഖകൾ, ദിക്റുകൾ എല്ലാം റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. എല്ലാ നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവർക്കെല്ലാ നിലക്കുമുള്ള നിർഭയത്വവും ആശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, അവരുടെ രോഗം കാരണം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനോ മറ്റോ അവർക്ക് സാധിക്കുന്നില്ല. അത്തരം ആളുകൾക്കെല്ലാ നിലക്കുമുള്ള പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.